ഹായ്, ഞാൻ മൗളി ബക്കർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്നെ പരിചയമില്ലയെന്നറിയാം. ഞാനിവിടെ പുതിയതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ വരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ കാണിച്ചു തരാം. ഇന്ന് കാടമുട്ട കറിയും ചോറ്, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തിനുള്ള മാവ് ഇപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് ഉള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി, തക്കാളി, ഉള്ളിയും വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് മൂക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മെഴുക്ക് വരട്ടിക്കുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് എടുത്ത് അതും ഒന്ന് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും വഴുതനങ്ങ ഇട്ട് നമ്മുടെ മുട്ടക്കറിക്കുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, വെളുത്തുള്ളി കുറച്ച് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചത് തീർന്നു പോയി കേട്ടോ. അതിലേക്ക് തേങ്ങ, പെരുംജീരകം, ചെറിയുള്ളി ഇത്ര ആട്ടോ ഞാൻ അരച്ചൊഴിക്കുന്നത്. ചോറായിട്ടുണ്ട്, വാർക്കണം. തേങ്ങ അരച്ചത് ഇത് നല്ലോണം ഒന്ന് വഴങ്ങി വരുന്ന നമ്മുടെ മെഴുക്ക് വരട്ടിയായി വരുന്നു. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, സാദാ മുളക് പൊടി എത്ര വേണം കേട്ടോ കറിക്ക് ഇടുന്നത് ഇട്ട് നൽപ്പേന നല്ലോണം വെള്ളം ഒഴിക്കുക. അത് നല്ലോണം ഒന്ന് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ, അപ്പോഴേ മസാല ചേർക്കാവുള്ളൂ. ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാടമുട്ട പൊളിച്ചെടുത്ത് തേങ്ങ അരച്ച് വെച്ച് അതിൽ കുറച്ച് മല്ലിച്ചപ്പ്, അങ്ങനെ നമ്മുടെ കാടമുട്ട കറി റെഡിയായി. ചോറ് റെഡിയായി. മുട്ട പുഴുങ്ങി തരുന്നത് പട്ടാണിക്കറി കേട്ടോ, അപ്പത്തിനുള്ള പട്ടാണിക്കറി ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നാണ്. അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി, മുട്ടക്കറി റെഡി, ചോറ് റെഡി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വന്നിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പോയി വരാം. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച് കേട്ടോ, ചോറ്, കറി, കാടമുട്ട കറി.